നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ ആരെ വേണമെങ്കിലും എതിർക്കാം. പക്ഷേ നിങ്ങൾ CPM-നെതിരെ യുദ്ധം ചെയ്യുമ്പോൾ തീർച്ചയായും സൂക്ഷിക്കണം. അത് ഒരു തരത്തിലല്ല ആക്രമണങ്ങൾ വരുന്നത്. ഒന്ന് ക്യാരക്ടർ അസാസിനേഷൻ, രണ്ടാമത് നമ്മളെ ഇല്ലായ്മ ചെയ്യാനുള്ള എന്തെല്ലാം വഴികളുണ്ടോ, നമ്മുടെ ബിസിനസ് ഉണ്ടോ, എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം അവർ തകർക്കാൻ ശ്രമിക്കുമെന്ന് അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള അനഭിപ്രായത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്നത് ഒരു നിസ്സാരക്കാരോടല്ല, ഒരു വലിയ സംഘടിത സംവിധാനം ഉപയോഗിച്ച് ഒരു സാധാരണ തൊഴിലാളിക്ക് നേരെയാണ് ഇന്ന് യുദ്ധം നടക്കുന്നത്. മേയറും MLA-യും അടങ്ങുന്ന, പാർട്ടിയും എല്ലാം അടങ്ങുന്ന, ഗവൺമെന്റും എല്ലാം അടങ്ങുന്ന സംവിധാനങ്ങൾ ആ ചെറുപ്പക്കാരനെതിരായി നിൽക്കുമ്പം അയാളെ സഹായിക്കണ്ടേ എന്നുള്ള TP സെൻകുമാർ സാറിന്റെ ചോദ്യം ശരിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒറ്റപ്പെട്ടു നിന്ന് ഒരു ഭരണകൂടത്തോട് യുദ്ധം ചെയ്യുന്ന ഒരാളെ സഹായിക്കേണ്ട ബാധ്യത ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു ജനാധിപത്യ ബോധമുള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇതായിരുന്നു: യദുവിനെ നമുക്കൊന്ന് സഹായിക്കണ്ടേ, അദ്ദേഹത്തിന് 15 ദിവസമായി ജോലി നഷ്ടപ്പെട്ടിട്ട് എന്ന് ചോദിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ആ പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇതിന് എത്രമാത്രം ജനപിന്തുണയുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച ഇട്ട പോസ്റ്റിന് വലിയ ജനപിന്തുണയാണ്. ഒട്ടേറെ ആളുകൾ ലൈക്ക് ചെയ്തു. അവർ വന്ന് വളരെ ശക്തമായി അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും അവർ എന്നെ പാവാട വിസക്കാരനെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ഞാൻ ആർക്കും ഒരു സഹായം ചെയ്യില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സഹയാത്രികർ അവരുടെ നിലയിൽ പ്രതികരിക്കുകയും അതുപോലെ ഇവർ ഇതിന്റെ താഴെ വന്ന് ഒട്ടേറെ ആളുകൾ കമന്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ യദുവിനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും കഷ്ടപ്പാടിലാണെന്നും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഈ താഴെ ഈ കമന്റിൽ വന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അയച്ചു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം പൈസ ഇട്ടുണ്ടെന്ന് ഒട്ടേറെ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു. ചെറുതായിട്ട് 2000, 3000, 5000, 10000 ഒക്കെ ഇട്ട ആളുകളുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പൈസകൾ ഇട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നതെല്ലാം തന്നെ ഈ യദുവിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും ഞാൻ ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ സഹായം കിട്ടുമായിരിക്കും. എത്ര കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ശക്തമായ വിമർശനം ഇടതുപക്ഷ സഹയാത്രികരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ആളുകൾ ഞാനൊരു പാവാട ബസ്സിൽ ഇംഗ്ലണ്ടിൽ വന്ന് താമസിക്കുന്ന ആളാണ് എന്നാണ്. അതുപോലെ തന്നെ അവർ പറയുന്നത് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ വിദേശത്ത് പോയിട്ടുള്ള പാവാട വിസക്കാർ ഇങ്ങനെ ഒട്ടേറെ അവരുടെ ഒരു അസ്തിത്വ ദുഃഖത്തിന്റെ ഭാഗമായി പെണ്ണുമ്പിള്ളയുടെ പീഡനവും ആക്രമണവും ഒക്കെ കൊണ്ട് വളരെ വിഷമിച്ച് അസ്തിത്വ ദുഃഖത്തിന്റെ ഭാഗമായി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരാളാണ് ഞാൻ എന്നാണ്. അതുപോലെ ഞാൻ എൻ്റെ വീടിന്റെ അയലോക്കത്തുള്ളവരെ പോലും ആരും സഹായിക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ UK വന്നതിന് ശേഷം 2004 സുനാമിക്ക് ഫണ്ട് പിരിച്ചുകൊണ്ട് അന്ന് എൻ്റെ 1,15,000 രൂപ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് 2018 വെള്ളപ്പൊക്കത്തിൽ 80,000 രൂപയോളം പിരിച്ച് അന്ന് ഇടുക്കി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് 1,25,00,000 രൂപ ഇടുക്കി ജില്ലയിലും പുറത്തുമുള്ള കേരളത്തിലുള്ള ഒട്ടേറെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, രോഗികളും പഠിക്കാൻ പണമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച് അതിലൂടെ അതിന് നേതൃത്വം കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെ പറ്റിയാണ് പറയുന്നത് അയലോക്കത്തുള്ള ഒരാൾക്ക് പോലും ഒരു സംഭാവന ചെയ്യാത്തവരാണ് യദുവിനെ സഹായിക്കാൻ പോകുന്നതെന്ന് ഉള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇനി ഈ പാവാട വിസയെ പറ്റി മാത്രം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. ഈ പാവാട വിസ എന്ന് പറഞ്ഞൊരു വിസ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഒരു വിസയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിപ്പെൻഡന്റ് വിസയാണ് നിങ്ങൾ ഈ പാവാട വിസ എന്ന് പറയുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കല്യാണം കഴിച്ചാൽ അതിലാര് ആണ് പരസ്പരം സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അവർക്ക് കഴിവുള്ളവർ കഴിവില്ലാത്തവരെ സഹായിക്കുന്നു. അതാണല്ലോ ആ പരസ്പരം സഹകരിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ ഒരു വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ അവളിപ്പം നാട്ടിലാണെങ്കിൽ എനിക്ക് ബിസിനസ് ആയിരുന്നു, അവൾ എൻ്റെ കീഴിൽ ജീവിച്ചാണ്. ഇവിടെ അവൾക്ക് നഴ്സിംഗ് പഠിച്ചുകൊണ്ട് അവൾക്ക് വിസ കിട്ടി, എനിക്ക് അവളുടെ ഡിപ്പെൻഡന്റ് വിസയിൽ ഇവിടെ വരാൻ പറ്റി. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഞാൻ വന്ന കാലം മുതൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എന്ത് ജോലിയും ചെയ്യാൻ ഒരു വിഷമവും കാണിക്കാതെ ജീവിച്ച ആളാണ് ഞാൻ. ഞാൻ വന്ന് ഒരു 30 ദിവസത്തിനകം കിട്ടി ജോലി ചെയ്ത് അവിടുന്ന് പിന്നെ മാറി മാറി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആളല്ല എന്ന് താങ്കളെ ഒന്നാമത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഈ പാവാട വിസ എന്ന് പറഞ്ഞ ഈ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഐഡിയോളജിക്കലി നിങ്ങളുടെ നിലപാടാണ് എനിക്കറിയേണ്ടത്. എവിടുന്നാണ് ഈ പാവാട വിസ എന്ന് പറഞ്ഞ സങ്കല്പം വരുന്നത്?
ഒരു സ്ത്രീയുടെ കീഴിൽ ഒരു പുരുഷൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സംരക്ഷണയിൽ ഒരു പുരുഷൻ ജീവിക്കുന്നത് തെറ്റാണെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വന്നത്? അത് വന്നത് മതബോധത്തിൽ നിന്നാണ്. പാട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ഫാമിലി, അതായത് പുരുഷാധിപത്യ കുടുംബ വ്യവസ്ഥ. അത് ആ പാട്രിയാർക്കൽ സിസ്റ്റം എവിടെ നിന്ന് വരുന്നത്? സോഷ്യോളജി അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതായത് പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് മതങ്ങളാണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന സെമറ്റിക് മതങ്ങളാണ്. അപ്പൊ അവിടെയാണ് ഈ പുരുഷൻ എപ്പോഴും ഈ കുടുംബത്തിലെ തലയായിരിക്കണമെന്നും സ്ത്രീ സംസാരിക്കുന്നത് തിണ്ണയിൽ പോലും കേൾക്കരുതെന്നും സ്ത്രീ അടങ്ങി ഒതുങ്ങി പെരക്കകത്ത് താമസിക്കണമെന്നും പുരുഷനെ കീഴടങ്ങി ജീവിക്കണമെന്നും ഒക്കെയുള്ള കൺസെപ്റ്റ് ഉള്ളത് ഈ പറയുന്ന ക്രിസ്ത്യൻ, ഇസ്ലാം, അതുപോലെ ജൂത മതങ്ങൾക്കാണ്. ആ മതങ്ങളുടെ കൺസെപ്റ്റുകളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ലിബറലിസത്തിലൂടെ സ്ത്രീകൾ മുമ്പോട്ട് വരികയും ഇന്ന് ലോകത്ത് സ്ത്രീകൾ ഒരുപാട് തലത്തിലെത്തുന്നത്. നിങ്ങൾക്കറിയാമോ, MI6 ഹെഡായിട്ടൊരു സ്ത്രീ ജോലി ചെയ്യുന്നു. ഇപ്പോൾ മിലിറ്ററിയുടെ കമാൻഡേഴ്സ് ആയിട്ടുണ്ട്, പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ MI6 എന്ന് പറയുന്ന ബ്രിട്ടന്റെ ചാരസംഘടനയുടെ ഹെഡ് ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അങ്ങനെ സ്ത്രീകൾ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയിട്ടുണ്ട്. അവർക്കും ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പം ഈ സ്ത്രീയുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തായിരിക്കും ജീവിക്കുന്നത്. അതുപോലെ ഒരുപാട് സ്ത്രീകൾ ഉന്നത തലങ്ങളുണ്ട്, അവർക്കും ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവര് ചിലപ്പോൾ ഈ സ്ത്രീകളുടെ സഹായം കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അത് നാച്ചുറലാണ്, പ്രകൃതിപരമായിട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യർ പരസ്പരം സഹകരിച്ച് ജീവിക്കുക, കുടുംബമാകുമ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ട് അതിൻ്റെ അത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് ഈ പരസ്പര സഹകരണത്തിൽ ജീവിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് കുടുംബത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയുടെ ശമ്പളം പറ്റി അല്ലെങ്കിൽ സ്ത്രീകളുടെ എന്തെങ്കിലും ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ഒരാൾ മോശക്കാരനാണ്, പാവാട വീസക്കാരനാണെന്ന് ഈ മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നവർ അല്ലെങ്കിൽ ഈ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നടക്കുന്നവർ പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുമായിട്ടൊരു ബന്ധമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കോൺട്രഡിക്ഷൻ, അത് നിങ്ങൾ ഇനി മനസ്സിലാക്കണം. ഈ പാവാട വിസക്കാരെന്ന് ഈ മതബോധമുള്ള ആളുകൾ വിളിക്കുന്ന പോലെയല്ല കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് നിലവിലുള്ള സാമൂഹിക ക്രമത്തെ ഉടച്ചുവാക്കാൻ വേണ്ടി വന്ന ഐക്കണോക്ലാസ്റ്റുകളാണ്. അവര് നിലവിലുള്ള യഥാസ്ഥിതിക സമൂഹത്തെ, കൺസർവേറ്റീവ് സമൂഹത്തെ ഉടച്ചു വാർത്ത് ഈ പാട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ഫാമിലിയെ ഉടച്ചു വാർത്ത് അത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉള്ള, എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അതിൻ്റെ അകത്ത് അവർക്കുള്ള പ്രത്യേകത, അത് ഇവരെ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഈക്വൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞത്, അതിനെപ്പറ്റി വേറെ ഫ്രഞ്ച് റവല്യൂഷൻ അതിന് പുറകെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ സ്വത്ത് വിഭജനത്തിൽ പോലും ഈ പറയുന്ന ഈക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അതിനുള്ള ഇക്കണോമിയാണ് ഒരു ലോകത്തോട് കൊണ്ടുവരുന്നത്. അത് ഫെയിലായി, ലോകത്താർക്കും വേണ്ട, എല്ലാ സ്ഥലത്തും അത് അപ്രദക്ഷിണമായി എന്നുള്ള വേറെ കാര്യം. പക്ഷെ നിങ്ങളുടെ കൺസെപ്റ്റ് അതാണ്. അപ്പൊ ആ കൺസെപ്റ്റ് നിൽക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് എന്നെ പാവാട വിസക്കാരനെന്ന് വിളിക്കുന്നത്? അവിടെ നിങ്ങളുടെ ധാർമ്മികത എവിടെയാണ്? നിങ്ങളുടെ ഐഡിയോളജിക്കലായിട്ടുള്ള നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. അതിന്റെ കാരണം, നിങ്ങൾ പറയുന്ന എല്ലാവരും സമന്മാരാണെങ്കിൽ സ്ത്രീയും പുരുഷനും സമന്മാരല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശമ്പളം കൊണ്ട് ഒരാൾ ജീവിക്കുന്നില്ല, എന്താ തെറ്റിരിക്കുന്നത്? ആ സ്ത്രീ സ്വമേധയാ അവർക്ക് വല്ല ഭർത്താവിനെ സംരക്ഷിക്കുന്നില്ല, എന്താണ് തെറ്റിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഇടതുപക്ഷ സഹയാത്രികർ എന്നൊക്കെ പറഞ്ഞ് TV പോയിരുന്നു ഉദ്യമിപ്പിക്കണം. മിനിമം മാനിഫെസ്റ്റോ എങ്കിലും വായിക്കണം. അല്ലെങ്കിൽ മാനിഫെസ്റ്റോയും ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഒന്നും വായിക്കണ്ട, ഈ മാനിഫെസ്റ്റോ എങ്കിലും ഇല്ല. EMS കുറച്ച് ലേഖനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിള്ള സഖാവ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് ഞാൻ വിട്ടുപോയി, നമ്മുടെ ശിവൻകുട്ടിയുടെ വൈഫിന്റെ പിതാവായിട്ടുള്ള ഒരാൾ, പേര് കിട്ടുന്നത് എന്താണ്, അദ്ദേഹം എഴുതി ഒത്തിരി ലേഖനങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യയുടെ പിതാവ് ഒരു പിള്ളയാണ്, അതായത് മറന്നുപോയി. അയാൾ എഴുതിയ കുറേ ലേഖനങ്ങളുണ്ട്. അയാളൊക്കെ നന്നായി മാതൃഭൂമിയിലും കലാഭൂമിയിലൊക്കെ ഒരുപാട് നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അവരൊക്കെ എഴുതിയെങ്കിലും മിനിമം ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന പാഴുകൾ വായിക്കണം. വായിക്കുമ്പം അത് വായിക്കാതെ ചുമ്മാ ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷ ചിന്തകൻ എന്ന് പറഞ്ഞ് ഏതെങ്കിലും TV-യിലോ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ പൊങ്ങി അടിച്ചിട്ട് മറ്റാളുകളെ പാവാട എന്നൊക്കെ വിളിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള സാമൂഹ്യബോധം ഇല്ലെന്നുള്ളതിൻ്റെ പ്രശ്നം. ആ സാമൂഹ്യബോധം കൊണ്ട് ഈ പാവാട എന്ന് വിളിക്കില്ല. കാരണം ഈ പാവാട നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഥാസ്ഥിതിക പക്ഷത്താണ്, മതപക്ഷത്താണ്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മതമാണ്, അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ മതമാണെന്നും അത് നിരീക്ഷിക്കുന്നവർക്ക് അത് മതമാണെന്നും അത് ലോകത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഐഡിയോളജി ആണെന്നും ഫാസിസമാണെന്നും ഏത് മനുഷ്യനും മനസ്സിലാവും. പക്ഷേ ആ ഫാസിസം ആണെന്ന് പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവുമ്പോഴും നിങ്ങൾ അകത്തുള്ളവരെങ്ങനെ പറയുന്നത്? ഞങ്ങൾ സാമൂഹ്യ പരിഷ്കരണത്തിന് നിൽക്കുന്നവർ, ഈക്വൽ റൈറ്റ്സിന് വേണ്ടി നിൽക്കുന്നവർ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവർ, സ്വത്ത് വിഭജനം എല്ലാവർക്കും സമമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ,
ഇത് സമൂഹത്തിലെ എല്ലാത്തരം ഡിസ്ക്രിമിനേഷനെ ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്നവരൊക്കെയാണെന്നാണ് നിങ്ങൾ സ്വയം പറയുന്നത്. നിങ്ങൾ അതല്ലെന്ന് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ അത് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് എന്നെ പാവാടാന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ വിളിക്കുമ്പം നിങ്ങളും ഈ മതവും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് എന്നെപ്പോലുള്ള ആളുകൾ ആരോപിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിളികളൊക്കെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ചുകൂടെ വിവരം വെച്ച് നിങ്ങൾ ഇച്ചിരി വായനയും പഠനമൊക്കെ നടത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ട് കുഴി ചാടിക്കുന്ന അവസ്ഥയാവും ഉണ്ടാകുക. അതുകൊണ്ട് ഈ പാവാട വിസാന്ന് സ്ഥിരമായിട്ട് പറയുന്ന 2-3 ആൾക്കാർ, ഒന്ന് ഈ മതഭ്രാന്ത് മൂത്ത ശരിക്കും പാഴുകളാണ് ഇത് കൂടുതലും വിളിച്ചു പറയുന്നത്. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, ഈ നാട്ടിൽ നിന്ന് ഈ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് നാട്ടിൽ നടക്കുകയും അവരുടെയൊക്കെ താഴെയുള്ള സാധാരണക്കാരായി നടന്ന എന്നെപ്പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഈ പെട്ടെന്ന് ഈ ഇംഗ്ലണ്ടിലേക്കൊക്കെ വരിക, അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യത്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റുന്നതായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലണ്ടിനെയൊക്കെ വലിയ ആരാധനയോടെ കണ്ട ഒരു കാലമുണ്ട്. ഈ ലോകത്തെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച കാലഘട്ടത്തിലും, അതുപോലെ ഡിസ്കവറി ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യാർദ്ധരാത്രിയിൽ എന്നുള്ള പുസ്തകം വായിച്ച ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ ഇംഗ്ലണ്ടിലേക്ക് വലിയ ആരാധനയോടെ കണ്ടിട്ടുണ്ട്. സായിപ്പിനൊക്കെ അകലെ നിന്ന് കാണുമ്പം ഇവനൊക്കെ എന്നാ വലിയ ആളോ, എന്തെല്ലാം ഇൻവെൻഷൻ നടത്തിയ നാട്ടിൽ നിന്നാണ് ഇവനൊക്കെ വരുന്നത് എന്നുള്ള ഒരു ഇതിൽ കാണുകയും അവനോടൊന്ന് സംസാരിക്കാൻ ഒക്കെ കൊതി ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വാക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ അത് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്ന വലിയ ഹാപ്പി ആയിട്ട് കണ്ടിരുന്ന ഒരാളെ. അന്നൊന്നും ഞാനൊന്ന് സ്വപ്നം കണ്ടത്. എന്റെയൊക്കെ സ്വപ്നത്തിൽ, എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ പ്രസിഡന്റായിരുന്ന നാരായണൻ സാറ്, അതുപോലെ തന്നെ വേറെ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ വിട്ടുപോയി. അവരൊക്കെ 2 പേരാണ് എൻ്റെ ഓർമ്മയിലൊക്കെ ഇംഗ്ലണ്ടിൽ വന്ന് പഠിച്ചിരുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പം ആ KR നാരായണൻ സാറും പിന്നെ വേറെ ഒരാളുടെ ഉണ്ട്. അപ്പൊ അയാളുടെ പേരൊക്കെ 2 പേരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പത്രവായനയിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് ഈ ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ, എന്നെപ്പോലുള്ള ആളുകൾ വന്ന് ഇംഗ്ലണ്ടിലൊക്കെ വരികയും ഇവിടെ വന്ന് ഇങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിൽ കാണുന്ന അസഹിഷ്ണുതയുള്ളവരുണ്ട്. ആ അസഹിഷ്ണുതയുള്ളവരാണ് ഈ പാവാട എന്നൊക്കെ പറയുന്നത്, 2ാമത്തെ വിഭാഗം. അപ്പൊ അതുകൊണ്ട് ഈ മതവാദികളുടെയും ഈ അസഹിഷ്ണുവാദികളുടെയും കൂടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇടതുപക്ഷ ചിന്തകർ, അല്ലെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ എന്നാണ് ഇതിൻ്റെ അന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ നന്നാകാൻ ശ്രമിക്കുക. നിങ്ങൾ അടിസ്ഥാനപരമായി ഈ ലോകത്തുനിന്ന് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം വരുന്ന ചിന്തകളാണ്. നിങ്ങൾ ജന്മികൾക്കെതിരെ സമരം ചെയ്യുകയും ഈ കൺസർവേറ്റീവ്സിനെതിരെ സമരം ചെയ്യുമെന്ന് പറയും. നിങ്ങൾ ആ സമരം ചെയ്യുന്നവർ സ്വയം കൺസർവേറ്റീവായി മാറുകയും സ്വയം ജന്മിയായി മാറുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പാവാട വിസ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുന്നതായിരിക്കും. നന്ദി. ടോം ജോസ് അടിയമ്പാട്.